അല്ലാഹുവിന്റെ ഖുർആനിനും റസൂലുള്ളാഹിയുടെ സുന്നത്തിനും വിരുദ്ധം പ്രവർത്തിക്കുന്നവരാണെങ്കിലോ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിന്റെ 63-ാമത്തെ വാചകത്തിലൂടെ പടച്ച റബ്ബ് വ്യക്തമാക്കുന്നുണ്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അവന്റെ കൽപ്പനയെ ലംഘിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയെ ലംഘിക്കുന്നവർ, അവർക്ക് പരീക്ഷണം ബാധിക്കുകയോ, അല്ലാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കുന്നവരാരോ അവർക്ക് പരീക്ഷണം ബാധിക്കുകയോ വേദനാജനകമായ ശിക്ഷ വന്നെത്തുകയോ ചെയ്യുന്നതിനെ പറ്റി ഭയപ്പുള്ളവരാകട്ടെ, ഭയപ്പെട്ടുകൊള്ളട്ടെ. അല്ലാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കുന്നവർ അവരാരാണെങ്കിലും ശരി, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിക്കാത്തവർ ആരാണെങ്കിലും ശരി, അവരാരാണെങ്കിലും ശരി, അവർക്ക് പരീക്ഷണങ്ങൾ ബാധിക്കുകയോ വേദനാജനകമായ ശിക്ഷ വന്നെത്തുകയോ ചെയ്യുന്നതിനെ പറ്റി ഭയപ്പെട്ടുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ 24-ാം അധ്യായം 63-ാമത്തെ വാചകമാ. നമ്മൾ ഖത്തം തീർത്തുപോയ സൂറത്തിലെ കൃത്യമായി അല്ലാഹു നമ്മളെ പഠിപ്പിക്കാം. എന്താ ഈ വിഷയം പഠിപ്പിക്കണത്? നമ്മുടെ ഒന്നും ജീവിതം നമ്മുടെ ഒന്നും സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചാകരുത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഞാൻ എങ്ങനെ ജീവിക്കണം എന്റെ ഇഷ്ടത്തിനല്ല, എന്റെ കുടുംബം എങ്ങനെ ജീവിക്കണം അവരുടെ ഇഷ്ടത്തിനല്ല, ഞങ്ങൾ കൂട്ടുകുടുംബത്തോട് എങ്ങനെ ജീവിക്കണം ഞങ്ങളുടെ ഒക്കെ ഇഷ്ടത്തിനല്ല, പകരമാരുടെ ഇഷ്ടത്തിനാ. പടച്ചവന്റെ വിധിപ്രകാരമാകണേ. ആ പടച്ചവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാകണേ. അഥവാ പ്രമാണബദ്ധമായി വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും, ആ ഒരു ഖുർആനിനെയും സുന്നത്തിനെയും ജീവിതത്തിലേക്ക് പകർത്തിയ ഉത്തമ തലമുറയില്ലേ, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളില്ലേ, അവരും എങ്ങനെ ജീവിച്ചു അതുപോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി മൂന്നും റബ്ബ് ഇഷ്ടപ്പെട്ടതാകണം, പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ടതാകണം. നമ്മുടെ മനസ്സും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തി, മനസ്സ വാച കർമ്മണ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.